ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ്. ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന യൂണിറ്റാണ്. നമ്മുടെ സ്റ്റോറി നറേഷനാണ് ഇവിടെ കാണാൻ പോകുന്നത്. മലയാളത്തിൽ ഏകദേശം നമുക്ക് എന്താണ് ഈ യൂണിറ്റിൽ 3 പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറാണ് അല്ലേ നമുക്ക് കാണാൻ. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബേർഡ്സിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് സ്റ്റോറി വായിക്കാം. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. ദെയർ ആർ ടോൾ ട്രീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ റിവർ. എന്താണ് ഹരിതഗിരി എന്നാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വില്ലേജ്? എന്താണ് വില്ലേജിൻ്റെ പേരെന്താണ്? ഹരിതഗിരി എന്നാണ് വില്ലേജിൻ്റെ പേര്. ഒരു റിവർ വില്ലേജ് കൂടെ പോകുന്നുണ്ട്. നമുക്ക് കാണാം. വി ക്യാൻ സീ എ റിവർ ഈസ് ഫ്ലോയിങ് ത്രൂ ദ വില്ലേജ്. ഇത് ഹരിതഗിരിയുടെ റിവറാണ് അല്ലേ. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. there are tall trees on the both side of river. നല്ല ഉയരമുള്ള മരങ്ങൾ, ധാരാളം ഉയരമുള്ള മരങ്ങൾ ഈ റിവറിൻ്റെ സൈഡിൽ വളരുന്നുണ്ട് അല്ലേ. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റിലെ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റോറിയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. Towards summer, the trees bear colorful flowers. The wind carries the fragrance of flowers across the village. Every summer, the people of Haridagiri celebrate a festival. It is the festival of birds. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം എല്ലാ സമ്മറിനോട് അടുക്കുന്ന സമയമാണ്. ഒക്കെ മരങ്ങളെല്ലാം നല്ല പൂത്ത്, നല്ല കളർഫുള്ളായിട്ട് നല്ല പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല കാറ്റിൽ, അവിടെ വരുന്ന കാറ്റിന് നല്ല സുഗന്ധമുണ്ട്. ഏത് ആ വില്ലേജിലേക്ക് മുഴുവൻ നല്ല ആ കാറ്റിൽ ഈ പൂക്കളുടെ മണം നല്ല രീതിയിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എവറി സമ്മർ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. ഈ ഹരിതഗിരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു എല്ലാ സമ്മറിനും അവരൊരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ട്. അതിനെ പറയുന്നൊരു പ്രത്യേകത എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ആണ്. പക്ഷികളുടെ ഫെസ്റ്റിവലാണത്. നമുക്ക് എന്താ നോക്കാം. അടുത്ത നമുക്ക് സ്റ്റോറിയിൽ നോക്കാം. The people of Haridagiri treat birds as their guests. When the birds arrive, the festival begins. The people keep the village free from loud sounds, no crackers, no bells, and no drum beats. They don't even blow the horns of vehicles. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്താണ്? ഹരിതഗിരിയിലെ അവർ ബേർഡ്സിനെ അവർ വളരെ ഗസ്റ്റായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പം അവർ പക്ഷികൾ വരുമ്പോൾ വെൻ ദ ബേർഡ്സ് അറൈവ് ദ ഫെസ്റ്റിവൽ ബിഗിൻസ്. അപ്പം പക്ഷികൾ വരുന്ന എന്നാണോ അപ്പോൾ മുതലാണ് എന്ത് ചെയ്യുന്നത്? ഫെസ്റ്റിവൽ ആരംഭിക്കുക. ദ പീപ്പിൾ കീപ് ദ വില്ലേജ് ഫ്രീ ഫ്രം ദ ലൗഡ് സൗണ്ട്സ് അല്ലേ. അതായത് നല്ല വലിയ ഒച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അവർ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? അവിടെ വെടിമരുന്നുകളില്ല, അല്ലെങ്കിൽ നോ ക്രാക്കേഴ്സ്, പടക്കങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ബെല്ലുകളില്ല, ഡ്രമ്മുകൾ, ചെണ്ട, ബെല്ലുകൾ, അങ്ങനെ ഒന്നും അവരുണ്ടാവില്ല. വാഹനങ്ങൾ, ഹോൺ പോലും മുഴക്കത്തില്ല. അതാണ് അവർ അത്രയും രീതിയിലാണ് അവർ പക്ഷികളെ സ്വീകരിക്കുന്നത്. അടുത്ത പേജ് നോക്കിയാൽ എല്ലാവരും. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. ദ വില്ലേജസ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്. Twinkle-tied festoons on the trees near his house. Dimple put some fruits and nuts on the plate in front of their house. They happily waited for the birds. അപ്പോൾ അവരെന്ത് ചെയ്തു? അപ്പോൾ ഈ വില്ലേജിൽ നമുക്ക് 2 പേരെ കാണാം, ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ. അവർ 2 പേരെന്താണ്? അവർ ഡെക്കറേറ്റ് ചെയ്യുകയാണ്, അവർ മരങ്ങളൊക്കെ അലങ്കരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിംപിൾ എന്ത് ചെയ്യുകയാണ്? ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പ്ലേറ്റിൽ അവരുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്. അത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലേ. അവർ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയേ, നമുക്ക് നോക്കാം. കുറേ ബേർഡ്സിനെ കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബേർഡ്സ് നമ്മുടെ മരത്തിലിരിക്കുന്നുണ്ട്. ക്ലിപ്പിംഗ് ഓഫ് സ്പാരോസ്, വിസിൽ ഓഫ് മൈനസ്, സോങ് ഓഫ് cuckoos. The whole village was filled with the sound of birds of all sizes and colors flew around. The tree showered colorful flowers. The village looked like a painted picture. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ചിത്രത്തിലുള്ള പെയിൻറ് ചെയ്ത പിക്ചർ പോലെയാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പലതരത്തിൽ പക്ഷികൾ, അവരുടെ സൗണ്ടുകൾ, അവരുടെ വിസിൽസ്, അവരുടെ സോങ്, പാട്ടുകൾ, കുക്കൂൻ, അങ്ങനെ പല ബേർഡ്സിൻ്റെ പാട്ടുകളും അവരുടെ ശബ്ദം കൊണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അവരുടെ വില്ലേജ്.
പല സൈസിൽ ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് കളേഴ്സ് അങ്ങനെ പല തരത്തിൽ വലുപ്പത്തിൽ അങ്ങനെയുള്ള പക്ഷികൾ എന്ത് കാണാൻ പറ്റും, നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കാം. ബേർഡ്സ് എൻജോയ് ദ ട്രീറ്റ് ഓഫ് വില്ലേജസ്. ദ ബിൽഡ് നെസ്റ്റ് ആൻഡ് ലേഡ് എഗ്സ് ഇൻ ദം. വീക്സ് പാസ്ഡ്, eggs hatched. At end of summer, the birds flew back with their chicks. Lovely feathers lay spread around the trees. അപ്പോൾ ഇവർ വില്ലേജസ് എന്താണ്, അവരുടെ ട്രീറ്റ് കൊണ്ട് അവരുടെ ഇതുകൊണ്ട് എന്താണ് ബേർഡ്സ് വളരെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അവരുടെ ട്രീറ്റിനോട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ദ ബിൽഡ് നെസ്റ്റ്. അപ്പോൾ പക്ഷികൾക്ക് വേണ്ടി കൂടുകളെല്ലാം ഒരുക്കി മുട്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവരനുവദിച്ച് അത് സമ്മർ അവസാനിക്കുന്ന സമയത്ത് കുഞ്ഞ് വിരിഞ്ഞ് ആ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചവർ പറന്നു പോവുകയാണ്. അങ്ങനെയാണ് അവർ എല്ലാ കൊല്ലവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ അടുത്ത് നോക്കിക്കേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡിംപിളിനെയും ടിങ്കിളിനെയും കാണാം. ടിങ്കിൾ ആൻഡ് ഡിംപിൾ വെർ കളക്ടിങ് ഫെദേഴ്സ്. ഹേ ടിങ്കിൾ, ലുക്ക് കം ആൻഡ് സീ ദിസ്. അപ്പോൾ എന്താ പറഞ്ഞത്, ടിങ്കിൾ എന്താ പറഞ്ഞു, ബാ നോക്ക്, വരും ഇവിടെ നോക്കാൻ പറഞ്ഞു. ഡിംപിൾ പോയിന്റഡ് എ ഹെവി to a heap of dry leaves. They sat down to have a closer look. Their eyes widened. എന്താണ് അവർ ഒരു സംഭവം കാണിച്ചു തരാണ്, എന്തോ ഒരു സംഭവം ഇലകൾക്കിടയിൽ എന്തോ ഒരു മറിഞ്ഞിരിക്കുന്ന സംഭവം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് പറയും. നമുക്ക് എന്താന്ന് നോക്കാം. വാട്ട് ഡിഡ് ദേ സീ ദെയർ, എന്തായിരിക്കും കണ്ടത്, വാട്ട് ഡിഡ് സീ ദെയർ, ഐ ഡോണ്ട് നോ. Then we can look at the next page. So a golden egg, അതാണ് we can see a hen is laying eggs. Okay, അപ്പോൾ ഒരു കോഴി മുട്ട വിരി അടയിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ടിങ്കിളും ഡിംപിളും കൂടെ എന്താ ചെയ്യുന്നത്, അവരെന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കുന്നുണ്ട്. they had never seen such an egg before. അപ്പോൾ ഇതുപോലൊരു എഗ്ഗിനെ അവർ കണ്ടിട്ടില്ല. ഡിംപിൾ ആൻഡ് ടിങ്കിൾ took the golden egg to the hen house. The hen was brooding over its eggs. Tingle kept the golden egg near the hen carefully. Please take care of this egg too, said Dimple. The hen clucked and drew the egg close to it. Okay, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഡിംപിളിനും ടിങ്കിളിനും ഒരു നല്ലൊരു എഗ്ഗ് കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് നല്ല ഗോൾഡൻ എഗ്ഗാണ്, അവർ കണ്ടിട്ടില്ല മുമ്പൊന്നും. ആ എഗ്ഗ് എന്ത് ചെയ്തവർ, ആ എഗ്ഗ് നമ്മുടെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കോഴിയുടെ ഹെൻ അവിടെ അടയിരിക്കുന്നുണ്ടായിരുന്നു, ഹെന്നിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഹെൻ എന്ത് ചെയ്തു, അതും ഗോൾഡൻ എഗ്ഗ് അതിനെ സ്വീകരിച്ച് അതിനെ അടയിരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ. ആഫ്റ്റർ സം വീക്സ് ദ ഗോൾഡൻ എഗ് ഹാച്ച്ഡ്. എ ടൈനി ചിക്ക് കെയിം ഔട്ട്. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞു നമ്മുടെ ഗോൾഡൻ എഗ് ഹാച്ച്ഡ് ആയി, അതായത് വിരിഞ്ഞു. എ ടൈനി ചിക്ക്, ചെറിയൊരു പക്ഷിക്കുഞ്ഞ് പുറത്തോട്ട് വന്നു. ഇറ്റ് ഹാഡ് ഷോർട്ട് വിങ്സ് ആൻഡ് യെല്ലോ ബീക്ക്. എന്താണ്, ഇറ്റ് ഹാഡ് ഷോർട്ട് വിങ്സ്, ചെറിയ ചിറകുകളും യെല്ലോ ബീക്കാണ്, നല്ല മഞ്ഞ ചുണ്ടാണ്. ലുക്ക് ഹൗ ക്യൂട്ട് ഈസ് ഇറ്റ്, അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്യൂട്ടാണ്, കാണാൻ നല്ല രസമല്ലേ, നോക്കിയാൽ നല്ല രസമുണ്ട് അല്ലേ. Dimple took it in her hand and held it close. We will call you Goldie, said Dimple. അപ്പോൾ ഡിംപിൾ എന്ന് പറഞ്ഞു, നല്ല രസമുണ്ട് കാണാനൊക്കെ. അവർ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്താ വിളിക്കുക, നമ്മൾ ഗോൾഡി എന്നേ വിളിക്കുക, ഡിംപിൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. One day, Goldie and chicks came near the river. Suddenly, Goldie jumped into water and started swimming. Cluck, cluck, the hen clucked in wonder. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മളുടെ കോഴിയുടെ സൗണ്ട് ആണല്ലേ. അപ്പം കോഴി എന്ത് സൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, ഈ പറയുന്ന ഗോൾഡി ഇവരും ചിക്കും കൂടെ എന്ത് ചെയ്തു, ചിക്സും കൂടെ അവർ റിവറിൻ്റെ അടുത്ത് പോയപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മളുടെ ഗോൾഡി നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അല്ലേ. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ എന്ത് ചെയ്തു, നോക്കുമ്പം നന്നായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്, നീന്താൻ തുടങ്ങി. നോക്കിയേ, നിങ്ങളെ പുഴയിൽ നോക്കിയേ, ഗോൾഡിനെ നോക്കിയേ സ്വിം ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ എന്തൊക്കെ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കാണാം അല്ലേ. യെസ്, നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ ഗോൾഡി നീന്താൻ പഠിച്ചത്. ഹൗ ഡിഡ് ഗോൾഡി ലേൺ ടു സ്വിം, എങ്ങനെയായിരിക്കാം നോക്കാം. നെക്സ്റ്റ്, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെർ വാച്ചിങ് ഗോൾഡി സ്വിമ്മിങ്. ലുക്ക്, ഗോൾഡി സ്വിംസ് വെൽ, സെഡ് ട്വിങ്കിൾ. ഗോൾഡി കം ബാക്ക്, ദ വാട്ടർ ഈസ് ടു ഡേർട്ടി, കോൾഡ് ഔട്ട് ഡിംപിൾ. അപ്പോൾ എന്ത് പറഞ്ഞു, നമ്മളുടെ ഗോൾഡിയും നല്ലതായിട്ട് സ്വിം ചെയ്യുന്നുണ്ട് പുഴയിൽ, റിവറിൽ. അപ്പോൾ ഹെന്നും ചിക്സ് എല്ലാം അവിടെ അതിൻ്റെ റിവറിൻ്റെ തീരത്ത് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഡിംപിളും ടിങ്കിളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിയോട് ആര് പറഞ്ഞു, ടിമ്പിൾ പറഞ്ഞു, കയറി ആ വെള്ളം വളരെ അഴുക്കാണ്, വേഗം കയറി വരാൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കി. വൺ ഡേ ഗ്രാൻഡ്പ
visited the Dimple and Twinkle. He saw Goldie. Where did you get chick from? Grandfather asked in wonder. The children told the old story. This is the chick of a rainbow bird, Grandpa said. Rainbow bird? The children exclaimed. Yes, when I was young, hundreds of rainbow birds used to come here. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഗ്രാൻഡ്പ എന്താ പറഞ്ഞത്? ഗ്രാൻഡ്പയ്ക്ക് ഈ പക്ഷിയെ കണ്ടപാടെ തന്നെ വേഗം മനസ്സിലായി ഇതെന്താണ്, ഇത് റെയിൻബോ ബേർഡിൻ്റെ ചിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾ ചോദിച്ചു അതെങ്ങനെയാണ്. അപ്പം പറഞ്ഞു അവർ ഗ്രാൻഡ്പ യങ് ആയിരിക്കുന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പക്ഷികൾ ഉണ്ടായിരുന്നു. ഈ കുറേ പക്ഷികൾ ഇവരുടെ ഈ പറയുന്ന ബേർഡ്സ് ഫെസ്റ്റിവലിന് ധാരാളം പക്ഷികൾ ഇവരുടെ നാട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഗ്രാൻഡ്പ എന്ന് വേറെന്താ പറയുന്നുണ്ട്, അപ്പോൾ നോക്കാം, വായിച്ചു നോക്കാം. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ rivers was very clean and clear. The rainbow birds would come in flocks and swim in the river. Now river of Haridagiri is dirty. So they stopped visiting our village. അപ്പോൾ എന്താ പറഞ്ഞത്? അവരുടെ കുട്ടിക്കാലത്ത് റിവർ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു, നല്ല വൃത്തിയായിരുന്നു. പക്ഷേ അന്ന് ആ സമയത്ത് റെയിൻബോ ബേർഡ്സ് വന്നിരുന്നു, വെള്ളത്തിൽ നീന്താനും കളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻബോ ബേർഡ്സ് വന്നിരുന്നു. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം? ഹരിതഗിരിയിലെ റിവർ വളരെ ഡേർട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് അവർ എന്ത് ചെയ്തു? നിർത്തി, അവർ വരുന്നില്ല ഇപ്പം. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് കാണുന്ന എന്താണ്? ഹരിതഗിരിയിലെ ആളുകൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ റെയിൻബോ ബേർഡിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലിയറിംഗ് ദ റിവർ. ദേ പുൾഡ് ഔട്ട് ഓൾ ദ വീഡ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ദേ റിമൂവ് ദ മഡ്. ദ റിവർ ബിക്കം ക്ലീൻ ആസ് ബിഫോർ. അപ്പോൾ എന്ത് ചെയ്തു? അവർ പുഴയിലിറങ്ങി പുഴയെല്ലാം വളരെ വൃത്തിയാക്കുകയാണ്. പ്ലാസ്റ്റിക്കും ബോട്ടിൽസും അങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ട് അവർ ക്ലീൻ ചെയ്യുകയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. The next festival season came. Many type of birds arrived. Dimple looked at the sky. Will Goldie's mother come? She thought. അപ്പം എന്താണ് അവൾ വിചാരിക്കുകയാണ്, അടുത്ത സീസണായി, അടുത്ത സമ്മറായി, ആ സമയമായപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡിയുടെ റെയിൻബോ ബേർഡ്സ് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുകയാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സഡൻലി ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ saw a wonderful sight. Hundreds of rainbow birds in the sky. Look, they are coming, the rainbow birds. Children shouted in joy. അപ്പോൾ അവരെന്ത് പറഞ്ഞു? നമ്മുടെ ഡിംപിളും ട്വിങ്കിളും നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടതാണ്. 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് ആകാശത്ത് പറന്ന് വരികയാണ്. ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലിയർ റിവർ ആൻഡ് സ്വാം ജോയ്ഫുൾ. അതായത് എന്താ പറഞ്ഞത്? നമ്മുടെ റെയിൻബോ ബേർഡ്സ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് അവർ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ പുഴയുടെ വാട്ടറെല്ലാം നല്ല ക്ലീൻ ആണ്. അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാം? നീന്തുകയും കളിക്കുകയും ചെയ്യാം അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ. ദ സീസൺ എൻഡഡ്. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. On a sunny afternoon, the whole flock of golden birds flew up to the sky. Their feathers shone bright in the sunlight. ഓക്കെ, എന്താ പറഞ്ഞത്? സീസൺ അവസാനിക്കാറായി, പക്ഷികൾ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങി. ഒരു നല്ല സൂര്യനുള്ള തെളിച്ചമുള്ള സമയത്ത് എന്താണ്? ആഫ്റ്റർനൂണിൽ the whole flock of golden birds flew up to the sky. എല്ലാവരും തിരിച്ച് ആകാശത്തിലേക്ക് പറന്ന് പോകുകയാണ്. അപ്പം അവരുടെ നല്ല റെയിൻബോ കളർ ആയതുകൊണ്ട് അവയുടെ ഫെദേഴ്സൊക്കെ കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ട്, സൺലൈറ്റ് നല്ല ബ്രൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ്, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാർ അവേ. സഡൻലി one of the birds took a turn and flew back to them. It touched Goldie with its wings and flew up. The Goldie's eyes widened. ഓക്കെ, എന്താണ് പറഞ്ഞത്? അതായത് അവർ തിരിച്ച് പറന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു പക്ഷി വന്ന് നമ്മുടെ ഗോൾഡിനെ വന്ന് ടച്ച് ചെയ്ത് അവയെ തിരിച്ച് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഗോൾഡിയുടെ ഐസ് ഭയങ്കര ഹാപ്പിയായി, ഐസൊക്കെ സന്തോഷം കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ. നോക്കിയേ, അടുത്ത ലാസ്റ്റ് എന്താ കാണുന്നത്? സൂൺ ഗോൾഡി ഓൾസോ flapped its little wings. The birds flew up and disappeared in the sky. By Goldie. See you in the next festival. The children waved their hands. അപ്പം എന്ത് പറഞ്ഞു? ഗോൾഡി തൻ്റെ ചിറകുകളൊക്കെ വീശി അവ എന്ത് ചെയ്യാണ്? തിരിച്ച് പറന്നു പോവുകയാണ് അല്ലേ. ദ ബേർഡ്സ് ഫ്ലൂ ആൻഡ് ഡിസപ്പിയർ ഇൻ ദ സ്കൈ. ഇപ്പോൾ ഗോൾഡിയും അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞല്ലേ, അവരോട് യാത്രയൊക്കെ ചോദിക്കുന്ന പോലെ മുഖമൊക്കെ ഇവരെ ഫേസ് ചെയ്ത് ലാസ്റ്റ് റെയിൻബോ ബേർഡ്സിനൊപ്പം പറന്നു പോവുകയാണ്. അപ്പം
കുട്ടികൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ബൈ ഗോൾഡി, സി യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ നെക്സ്റ്റ് ഫെസ്റ്റിവലിൽ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് പോവാണല്ലേ. ഓക്കെ, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളുടെ ബേർഡ്സിന് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മളുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇതിൽ കയറാം, വായിച്ച് ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് നന്നായിട്ട് ഇത് സ്റ്റോറി പഠിക്കണം. നിങ്ങൾ ഇംഗ്ലീഷിലെ ലെസൺസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ നമ്മുടെ നറേഷൻ മാത്രം ജസ്റ്റ് മലയാളത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് കേൾക്കണം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം. താങ്ക് യു. ഇതുവരെ എല്ലാം കണ്ട കൂട്ടുകാർക്കും താങ്ക് യു.